ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇത്രയും നാള് ഇട്ട് വന്നിരുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഫേസ് റിവീൽ ചെയ്യാതെ ട്രിക്സ്റ്റർ എന്ന് പറയുന്ന ഒരു ഓഡിയോ ഇട്ടിട്ട് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതിലോട്ട് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എനിക്ക് അത് എഡിറ്റ് ചെയ്യുമ്പോഴും ഒന്നും ഒരു രസം തോന്നാനില്ല. ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ആരോ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചൊക്കെ ചെയ്യിപ്പിക്കും പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ ഞാൻ എന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കും. എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചതായിരിക്കണം. എനിക്ക് എന്തൊക്കെ അറിവുകളുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ഞാൻ എവിടെ നിന്നാണ്, എൻ്റെ പേരെന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ പേര് ഫർഹാന എന്നാണ്. എൻ്റെ വീട് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ ജർമ്മനിയിലാണ്. ഞാൻ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ജർമ്മനിയിലുള്ള മലയാളികൾ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ ജർമ്മനിയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞാൻ ഈ വീഡിയോ എടുക്കണേന്ന് വെച്ചാൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്നത് എന്താണ് കമന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളവർ എക്സൈറ്റഡ് എന്ന് ഇടുക. പിന്നെ എന്താണ്, ചിലർക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോറിംഗ് എന്നിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ നെഗറ്റീവും അറിയണം, പോസിറ്റീവും അറിയണം, ക്രിട്ടിസൈസ് എനിക്കിഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കുക മാക്സിമം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ റീസൺ എന്താണ്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ നോക്കണം. കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യാത്തവരും എന്റെ കണ്ണില് ക്വസ്റ്റ്യൻസ് ചെയ്യാത്തവര് ഒന്നും പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അവരെന്തിനാ പറഞ്ഞുകൊണ്ട് പോട്ട്, അത് അവരുടെ ഇഷ്ടം, അവര് എന്താണ് പറഞ്ഞത് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങ് കളയരുത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പം നിങ്ങൾ ചോദ്യം ചെയ്യണം. എന്തായാലും കമന്റ് സെക്ഷനിൽ അത് നിങ്ങൾ ഇടണം. എന്റെ മുഖം കണ്ടിട്ട് ഞാൻ കരയും അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടാ. ഞാൻ അങ്ങനെ തളരാത്ത കണ്ടമൃഗത്തിന്റെ തൊലിക്കുട്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി ചീത്ത വിളിച്ചാലും എന്തൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടാലും എനിക്ക് സന്തോഷം മാത്രം. എനിക്ക് ഒരു വിഷമോ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് വരത്തില്ല. അപ്പോൾ വിഷമിച്ച കാലങ്ങളുണ്ട് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യരും അങ്ങനെ വിഷമിക്കാതെ വന്നിട്ടേ ഇല്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും. ആ സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വേറൊരു ലൈഫ് നിങ്ങൾക്ക് വരും. ആ ഒരു ലൈഫിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരും ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ എന്താണ് ഈ പറയണത് ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിട്ട് സ്കിപ്പ് ചെയ്യണവരാണ്. പിന്നെ കുറച്ചു പേര് ഇങ്ങനത്തെ ടോപ്പിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ കാണും. അതിന് ഞാൻ പ്രത്യേകിച്ച് ടോപ്പിക്സ് ഒന്നും പറഞ്ഞില്ല. എന്നാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. നിങ്ങളിപ്പം ഇപ്പം ഏകദേശം 8.9 ബില്യൺ ആണെന്ന് തോന്നുന്നു പോപ്പുലേഷൻ വേൾഡിൽ. ആ 8.9 ബില്യൺസ് ആൾക്കാരും ഡിഫറെന്റ് ആണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ആണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു ടോപ്പിക് തന്നെ ഇതിൽ ചെയ്യും. അതിനൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നത്. അപ്പം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞാൽ ലൈഫിനെ കുറിച്ചിട്ട്, എഡ്യൂക്കേഷൻ, പിന്നെ എന്താണ് ഫ്രണ്ട്ഷിപ്പ്, മാരേജ്, അങ്ങനെ പല വിമൻസിനെ കുറിച്ചിട്ട്, മെൻസിനെ കുറിച്ചിട്ട്, സൊസൈറ്റിയെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മണി, പൈസയെ കുറിച്ചിട്ട്,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് എനിക്കറിയാന്നുള്ള രീതിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങള് വെയിറ്റ് ചെയ്യുക. മാക്സിമം ഞാൻ എന്നും വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഇവിടുത്തെ സമയവും സാഹചര്യവും നിങ്ങളുടെ കമന്റ്സ് ഞാൻ ഈ ഇടുന്ന വീഡിയോയ്ക്ക് വരുന്ന കമന്റ്സ് അനുസരിച്ചിട്ട് ഇരിക്കും ഇനി ഞാൻ വീഡിയോ ഇടണോ വേണ്ടേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ലല്ലേ. എൻ്റെ പേര് ഫർഹാന, നാട് ട്രിവാൻഡ്രം. ഇപ്പം ഞാൻ ജർമ്മനിയിലാണ്, മാരീഡാണ്, കുട്ടികളില്ല. പിന്നെ എന്താണ്, എൻ്റെ ഏജ് എന്ന് പറയുന്നത് 27 ആണ്. പിന്നെ ഏകദേശം എന്നെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്താ ഈ ബ്ലാക്ക് ഇട്ടിരിക്കുന്നത്. ഇത് മോസ്റ്റ് പ്രോബബ്ലി എന്നും വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് ഓരോ ഡ്രസ്സ് എടുത്തിടാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ എന്തോന്നാണ് എനിക്ക് ഇത് ഇങ്ങനെ ഹൂഡി എടുത്ത് ഇടാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഇത് എടുത്തിടാനും പിന്നെ എന്തുകൊണ്ട് കറുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കറുപ്പ്. അപ്പം എന്നും ഞാൻ ഈ ഒരു ഡ്രസ്സായിരിക്കും. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് ചെയ്യാം, അതെനിക്ക് വിഷയമല്ല. നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇടുന്നതിന് കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാക്കുകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ അപ്പിയറൻസിനോ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ബാക്കിലിരിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചതില്ല. ഈ റൂമിലുണ്ടായിരുന്ന കലാപരമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് ഈ ബാക്കിലൊക്കെ വെച്ച്. ചിലർക്ക് അങ്ങനെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ആയിരുന്നാൽ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ എന്താണ് പറയുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ. ഇതെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ബാത്റൂം തുറന്നിട്ട് അതിന്റെ ഇടയ്ക്ക് തിരികെ വെച്ചിരിക്കുന്ന സാധനമാണ്. ഡോറ് തുറന്നാലും പോവുന്നില്ല. അത് നമ്മൾ പരസ്പരം ഒരു ധാരണയിലിരിക്കുന്നുണ്ട്. വെച്ചതുപോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ക്യൂട്ട് സാധനങ്ങൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പം ഈ റൂമിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ്. എനിക്ക് വേണ്ടി ആരോ മുൻപ് വാങ്ങിച്ചു വെച്ചതുപോലെ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടായി എൻ്റെ മുഖത്ത് പല ഇംപെർഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് കണ്ടിരിക്കാൻ പറ്റാത്തവർ ജസ്റ്റ് സ്കിപ്പ് ദി വീഡിയോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം വലിയ ശരിയല്ല. അതുമല്ല, എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി മേക്കപ്പിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കണ്ണ് വരയ്ക്കണത് പോലും എനിക്ക് ഇഷ്ടമില്ല. അത് ഇഷ്ടപ്പെടുന്നവരെ ഞാൻ കളിയാക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഇത് എൻ്റെ ഒരു ഇതാണ്, എൻ്റെ ഒരു രീതിയാണ് ഇങ്ങനെ എന്ന് വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ഇടാതെ ഇരിക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ തോന്നുകയാണെങ്കിൽ ഞാൻ ഇടും. മേക്കപ്പ് ഞാൻ ഇടും. ഭാവിയിലും ഞാൻ ഇടാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് ചാൻസ് ഉണ്ട്. ഇടത്തില്ല അങ്ങനെ ഒന്നും ഞാൻ പറയൂല. ഇന്ന് ഞാൻ ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമൊക്കെ അടിച്ചിട്ട് നാളെ രാവിലെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കണമെങ്കിൽ എന്നെ എയറിൽ കയറ്റാനും നിൽക്കണ്ട. എനിക്ക് ചിലപ്പോൾ നാളെ ഇടുന്ന വീഡിയോയിൽ മേക്കപ്പ് ഇടാൻ തോന്നി നാളെ ഇടും. മറ്റന്നാ തൊട്ടാണ് എനിക്ക് തോന്നണമെങ്കിൽ മറ്റന്നാ തൊട്ട്. അപ്പം അത് എന്താണ് എൻ്റെ ചോയ്സാണ്. അപ്പം എൻ്റെ ചോയ്സിനെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഒക്കെ വരാന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഇതൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ എന്താണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് പോസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ബുക്കൊന്നും ഇല്ല. ഞാൻ ഇനി പറയുന്ന വീഡിയോസിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും നമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ എനിക്ക് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം പോസ് കാണും, ഇംപെർഫെക്ഷൻസ് കാണും,
മനുഷ്യരല്ലേ പിള്ളേ, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. എക്സൈറ്റഡ് ആണെങ്കിൽ എക്സൈറ്റഡ് എന്നിടുക, ബോറിംഗ് ആണെങ്കിൽ ബോറിംഗ് എന്നിടുക. ചീത്ത വിളിക്കാൻ തോന്നുന്ന ചീത്ത വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് പേര് കാണുന്നതാണ്. ഈ ചീത്തയൊന്നും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്, പിന്നെ അമ്മമാർ കാണുന്നുണ്ടായിരിക്കും, പിന്നെന്താണ് അച്ഛന്മാരും സഹോദരങ്ങളും എന്റെ വീട്ടുകാരും, അങ്ങനെ ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പം അവർക്ക് വിഷമാവും. എനിക്ക് വിഷമം ആയില്ലെങ്കിലും അവർക്ക് ഇത് കാണുമ്പം അവർക്ക് വിഷമാവും. സോ നിങ്ങൾ ഇട്ടാലും ഇതിൽ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും ക്രിട്ടിസൈസ് ചെയ്യുക, പോസിറ്റീവ് കമന്റ്സ് ഇടുക, നെഗറ്റീവ് കമന്റ്സ് ഇടുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതങ്ങ് ഇടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് കമന്റ്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്.